Hello students, today we are going to discuss about basic assembly language programs peripherals. So ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസംബ്ലി ലാംഗ്വേജിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം പെരിഫറൽസിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം അസംബ്ലി ലാംഗ്വേജിനെ കുറിച്ചിട്ട് അസംബ്ലി ലാംഗ്വേജ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്കറിയുന്നതായിരിക്കും, ദ അസംബ്ലി ലാംഗ്വേജ് ഇസ് എ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ്ഡ് ടു റൈറ്റ് പ്രോഗ്രാം കോഡ് ഇൻ ടേംസ് ഓഫ് ന്യൂമോണിക്സ്. ഒരു ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു അസംബ്ലി ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്? പ്രോഗ്രാമിംഗ് കോഡ് എഴുതുന്നത് ന്യൂമോണിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്താൽ അസംബ്ലി ലാംഗ്വേജിലുള്ള പ്രോഗ്രാംസ് എഴുതുക. സോ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. സോ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ എന്തായിരിക്കും, ഈസ് ദ മെഷീൻ കോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ത് ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഈവൻ ദോ there are many high level language that are currently in demand, assembly programming language is popularly used in many applications. So ഇങ്ങനെയുള്ള അസംബ്ലി ലാംഗ്വേജ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ ആപ്ലിക്കേഷൻസിൽ ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള പല ആപ്ലിക്കേഷൻസിലും ഈ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡയറക്റ്റ് ഹാർഡ്വെയർ മാനിപ്പുലേഷൻസ്. നമ്മൾ പറഞ്ഞു ഇത് ഒരു ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് ഹാർഡ്വെയർ മാനിപ്പുലേഷൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ടു റൈറ്റ് ദ 8051 പ്രോഗ്രാമിംഗ് കോഡ് എഫിഷ്യൻ്റ്ലി വിത്ത് ലെസ് നമ്പർ ഓഫ് ക്ലോക്ക് സൈക്കിൾസ് ബൈ കൺസ്യൂമിങ് ലെസ് മെമ്മറി കമ്പയർഡ് ടു ദ അതർ ഹൈ ലെവൽ ലാംഗ്വേജസ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് 8051 മൈക്രോ കൺട്രോളർ ആയിരുന്നു. സോ 8051 പ്രോഗ്രാമിംഗ് കോഡ് നമുക്ക് എഴുതാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ ഒരു അസംബ്ലി ലാംഗ്വേജ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എഫിഷ്യൻ്റ്ലി ലെസ് നമ്പർ ഓഫ് ക്ലോക്ക് സൈക്കിൾസ് യൂസ് ചെയ്തുകൊണ്ട് ലെസ് മെമ്മറി കൺസ്യൂം ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഗ്രാം 8051 പ്രോഗ്രാമിംഗ് കോഡ് നമുക്ക് എഴുതാൻ എന്തുപയോഗിച്ച് പറ്റും, അസംബ്ലി ലാംഗ്വേജ് ഉപയോഗിച്ച് പറ്റും എന്നുള്ളതാണ്. സോ അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ 8051 മൈക്രോ കൺട്രോളറിൽ അതിൻ്റെ പ്രോഗ്രാമിംഗ് കോഡ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ലാംഗ്വേജാണ്? അസംബ്ലി ലാംഗ്വേജാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ അസംബ്ലി ലാംഗ്വേജിന് എങ്ങനെയാണ് ഒബ്ജക്റ്റ് ഈ കോഡാക്കി മാറ്റുക എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഈ ഒരു ഇമേജിൽ. നമ്മളിപ്പോൾ ഒരു അസംബ്ലി ലാംഗ്വേജ് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു ബോക്സിലുള്ളതാണ് ഒരു സാമ്പിളായിട്ടുള്ള ഒരു അസംബ്ലി കോഡാണിത്. ഇതിൽ കണ്ടോ കുറേ ന്യൂമോണിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു അസംബ്ലി കോഡ് എഴുതിയിട്ടുള്ളത്. സോ ഈ അസംബ്ലി കോഡ് എഴുതി കഴിഞ്ഞാൽ അത് നമ്മൾ അസംബ്ലറിലോട്ടാണ് നമ്മളത് പാസ് ചെയ്യുക. അസംബ്ലറിലോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അസംബ്ലർ എന്ത് ചെയ്യും, അതിനെ ഒരു ഒബ്ജക്റ്റ് കോഡാക്കി കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക. സോ ഒബ്ജക്റ്റ് കോഡാക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, താഴെ പറയുന്നുണ്ട്. അതിനെ പിന്നെ എന്താക്കിയിട്ടാണ് മാറ്റുക എന്നുള്ളതൊക്കെ താഴെ കാണിച്ചിട്ടുണ്ട്. സോ അസംബ്ലർ ചെയ്യുന്നത് എന്താണ്, അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള അസംബ്ലി കോഡിനെ ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 8051 പ്രോഗ്രാമിംഗ് ഇൻ അസംബ്ലി ലാംഗ്വേജ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 8051 മൈക്രോ കൺട്രോളറിൽ എങ്ങനെ പ്രോഗ്രാമിംഗ് എഴുതും, എന്ത് യൂസ് ചെയ്തിട്ട്, അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദ അസംബ്ലി ലാംഗ്വേജ് ഇസ് എ ഫുള്ളി ഹാർഡ്വെയർ റിലേറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നമ്മൾ നേരത്തെ പറഞ്ഞു അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫുള്ളി ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ലോ ലെവൽ ലാംഗ്വേജ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. The embedded designers must have sufficient knowledge on hardware of particular processor or controller before writing the program. So അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളിപ്പോൾ അസംബ്ലി ലാംഗ്വേജിൽ ഒരു കോഡ് എഴുതാൻ പോവാണെന്ന് വിചാരിക്കുക. സോ നമുക്ക് എന്തിനെ കുറിച്ചിട്ടുള്ള അറിവ് വേണം, സഫിഷ്യൻറ്റ് നോളജ് ഓൺ ഹാർഡ്വെയർ ഓഫ് പർട്ടിക്കുലർ പ്രോസസ്സർ ഓർ കൺട്രോളേഴ്സ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോസസ്സറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പർട്ടിക്കുലർ കൺട്രോളേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അസംബ്ലി ലാംഗ്വേജിൽ കോഡ് എഴുതാൻ പോകുന്നതെങ്കിൽ സോ നമുക്ക് ആ ഒരു കൺട്രോളറിൻ്റെ ഹാർഡ്വെയർസ് അല്ലെങ്കിൽ പ്രോസസ്സറുമായിട്ടുള്ളതിനെ കുറിച്ചിട്ടുള്ള നോളജ്, സഫിഷ്യൻ്റ് ആയിട്ടുള്ള നോളജ് നമുക്ക് മസ്റ്റാണ്. സോ
ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ദ അസംബ്ലി ലാംഗ്വേജ് ഈസ് ഡെവലപ്ഡ് ബൈ ന്യൂമോണിക്സ് യൂസ് ചെയ്തിട്ടാണ് അസംബ്ലി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ദെയർഫോർ യൂസേഴ്സ് കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസിലി ടു മോഡിഫൈ ദ പ്രോഗ്രാം. സോ അതുകൊണ്ട് തന്നെ യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ അല്ല, അതേപോലെ തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈസിലി നോട്ട് മോഡിഫൈഡബിൾ ആണ്. അണ്ടർസ്റ്റാൻഡബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മോഡിഫൈ ചെയ്യാനും ആ പ്രോഗ്രാംസ് പറ്റില്ല എന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു അസംബ്ലി കോഡ് ഉണ്ട്, സോഴ്സ് ഫയൽ ഡോട്ട് ASM എന്നാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു അസംബ്ലി കോഡിനെ അസംബ്ലറിലോട്ട് മാറ്റുന്ന സമയം നമുക്ക് നേരത്തെ കിട്ടി ഒബ്ജക്റ്റ് കോഡാണ് കിട്ടുന്നത്. ആ ഒബ്ജക്റ്റ് കോഡിനെ നമ്മൾ ലിങ്കർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സം ഫയൽസുകളൊക്കെ അതിലോട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെന്ത് ചെയ്യുന്നു, EXE ഫയൽ എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള ഫയലാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. സോ ആ എക്സിക്യൂട്ടബിൾ ഫയൽസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ റൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അസംബ്ലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഡെവലപ്ഡ് ബൈ വേരിയസ് കമ്പൈലേഴ്സ് ആൻഡ് ദ Kilo Vision is the best suitable for microcontroller programming development. So ഇതിൽ കുറേ നമുക്കറിയാം വേരിയസ് കമ്പൈലേഴ്സ് നമ്മൾ അസംബ്ലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, ബെസ്റ്റ് ആയിട്ടുള്ള സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മൈക്രോ കൺട്രോളർ പ്രോഗ്രാമിംഗ് ഡെവലപ്മെൻറ്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ മൈക്രോ കൺട്രോളേഴ്സ് or processors can understand only binary language in the form of zeros and ones. നമുക്കറിയാം മൈക്രോ കൺട്രോളേഴ്സ് അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സേഴ്സ് ഒക്കെ അതിനൊക്കെ മനസ്സിലാവുന്നത് എന്താണ്, ബൈനറി ലാംഗ്വേജുകളാണ്, സീറോസ് ആൻഡ് വൺസ് ഉള്ള ബൈനറി ലാംഗ്വേജുകളാണ് അതിന് മനസ്സിലാവുക. സോ ആൻ അസംബ്ലർ കൺവേർട്ട് ദ അസംബ്ലി ലാംഗ്വേജ് ടു ബൈനറി ലാംഗ്വേജ്. സോ അതുകൊണ്ട് തന്നെ അസംബ്ലർ എന്താ ചെയ്യുന്നത്, ഈ ഒരു പ്രോസസ്സറിന് അല്ലെങ്കിൽ മൈക്രോ കൺട്രോളേഴ്സിന് മനസ്സിലാകുന്ന ആ ഒരു ബൈനറി ലാംഗ്വേജിലോട്ട് അസംബ്ലി കോഡിനെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദെൻ സ്റ്റോർ ഇറ്റ് ഇൻ ദ മൈക്രോ കൺട്രോളർ മെമ്മറി ടു പെർഫോം ദ സ്പെസിഫിക് ടാസ്ക്. ദെൻ അതിനുശേഷം എന്ത് ചെയ്യും, അത് മൈക്രോ കൺട്രോൾ മെമ്മറിയിൽ അത് കീപ്പ് ചെയ്യും. എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് അത് കീപ്പ് ചെയ്യുന്നത്, ഫോർ പെർഫോമിങ് എ സ്പെസിഫിക് ടാസ്ക്, ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദ അസംബ്ലി ലാംഗ്വേജ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എലമെൻറ്റ്സ് വിച്ച് ഓൾ ആർ യൂസ്ഡ് ടു റൈറ്റ് ദ പ്രോഗ്രാം ഇൻ സീക്വൻഷ്യൽ മാനർ. അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ എന്തുകൊണ്ടാണ് മേഡപ്പ് ചെയ്തിട്ടുള്ളത്, കുറേ എലമെൻറ്റ്സ് ആണ്. അത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, റൈറ്റ് പ്രോഗ്രാം സീക്വൻഷ്യൽ മാനറിൽ പ്രോഗ്രാം എഴുതാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറേ എലമെൻറ്റ്സ് ആണ് അസംബ്ലി ലാംഗ്വേജിലുള്ളത്. സോ ഫോളോ ദ ഗിവൺ റൂൾസ് ടു റൈറ്റ് പ്രോഗ്രാം ഇൻ അസംബ്ലി ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജിൽ ഒരു പ്രോഗ്രാം എഴുതാനുള്ള റൂൾസ് ആണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു 5 റൂൾസ് കാണാൻ പറ്റും. ഫസ്റ്റ് വൺ, ദ അസംബ്ലി കോഡ് മസ്റ്റ് ബി റിട്ടൺ ഇൻ അപ്പർ കേസ്. അസംബ്ലി കോഡ് നമ്മൾ എഴുതുക അപ്പർ കേസ് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അസംബ്ലി കോഡ് നമ്മൾ എഴുതുക. ലേബിൾസ് മസ്റ്റ് ബി ഫോളോഡ് ബൈ എ കോളൻ. ലേബലിൻ്റെ തൊട്ട് പിന്നാലെ എന്ത് വേണം, അത് ഫോളോ ചെയ്തുകൊണ്ടൊരു കോളൻ വേണം. അതുപോലെ തന്നെ ആൾ സിമ്പിൾസ് ആൻഡ് ലേബിൾസ് മസ്റ്റ് ബിഗിൻ വിത്ത് എ ലെറ്റർ. അതേപോലെ തന്നെ എന്ത് സിമ്പിൾസ് ചെയ്താണെങ്കിൽ അല്ലെങ്കിൽ ലേബിൾസ് എന്ത് എഴുതുകയാണെന്നുണ്ടെങ്കിലും അതെന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യുന്നത് ലെറ്റർ കൊണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആൾ കമൻറ്റ്സ് ആർ ടൈപ്പ്ഡ് ഇൻ ലോവർ കേസ്. കമൻറ്റ്സുകൾക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് എന്തായിരിക്കും, ലോവർ കേസിലായിരിക്കണം. സോ ദ ലാസ്റ്റ് ലൈൻ ഓഫ് ദ പ്രോഗ്രാം മസ്റ്റ് ബി ദ എൻഡ് ഡയറക്റ്റീവ്. അതുപോലെ തന്നെ എന്തായിരിക്കണം, ഒരു പ്രോഗ്രാം എൻഡ് ചെയ്യുന്നത് എൻഡ് എന്ന് പറയുന്ന ഡയറക്റ്റീവ് വെച്ചിട്ടായിരിക്കണം. ഓക്കെ, സോ ദ അസംബ്ലി ലാംഗ്വേജ് ന്യൂമോണിക്സ് ആർ ഇൻ ദ ഫോം ഓഫ് ഓപ്പ് കോഡ് സച്ച് ആസ് മൂവ്, ആഡ്, ജംപ് ആൻഡ് സോ ഓൺ വിച്ച് ആർ യൂസ്ഡ് ടു പെർഫോം ദ ഓപ്പറേഷൻ. നമുക്കറിയാം അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ ഓപ്പ് കോഡിന് എന്താണ്, ന്യൂമോണിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ന്യൂമോണിക്സ് കൊണ്ട് ഉദ്ദേശം എന്താ, ഇതുപോലെയുള്ള സംഭവങ്ങളാണ് ന്യൂമോണിക്സ്. മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിന് മൂവ് എന്ന് കൊടുത്തു, ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ്, ജമ്പിന് JMP എന്ന് കൊടുത്തു. സോ ഇതൊക്കെയാണ് ന്യൂമോണിക്സ് എന്ന് പറയുന്നത്. സോ ഓപ്പ് കോഡായിട്ട് ഇതൊക്കെയാണ് നമ്മൾ ഓപ്പ് കോഡിൻ്റെ ന്യൂമോണിക്സ് ആയിട്ട് ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, മൂവ് എന്ന് പറയുന്ന ഓപ്പറേഷൻ്റെ എന്താണ്, ന്യൂമോണിക്സ് ആണത്. സോ മൂവ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻസ്ട്രക്ഷൻ്റെ എന്താണ്, ഓപ്പ് കോഡ് പാർട്ടാണ്. അതുപോലെ തന്നെ A, B എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ ഓപ്പറാൻഡ്സ് ആണ്. സോ ഓപ്പ് കോഡ് എന്ന് പറയുന്നത് എന്താ, ഇസ് എ സിംഗിൾ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ക്യാൻ ബി എക്സിക്യൂട്ടഡ് ബൈ ദ CPU എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ ആണ് ഓപ്പ് കോഡ് എന്ന് പറയുന്നത്. ഹിയർ ദ ഓപ്പ് കോഡ് ഈസ് എ മൂവ് ഇൻസ്ട്രക്ഷൻ. സോ ഇവിടെ മൂവ് എന്നുള്ളതാണ് ഇവിടുത്തെ ഓപ്പ് കോഡ് എന്ന് പറയുന്നത്, ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ ആണത്. സോ ഓപ്പറാൻഡ്സ് എന്തായിരിക്കും, ഓപ്പറാൻഡ്സ് അത് സിംഗിൾ പീസ് ഓഫ് ഡാറ്റ that can be operated by the opcode. Opcode ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്തിലാണോ അതാണ് ഓപ്പറാൻഡ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ Aയും Bയും ആണ് ഇവിടുത്തെ ഓപ്പറാൻഡ്സ് എന്ന് പറയുന്നത്. സോ ഒരു എക്സാമ്പിൾ ഇവിടെ എക്സ്ട്രാ ഒരു എക്സാമ്പിൾ കൂടി കൊടുത്തിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ഇസ് പെർഫോം ദ ഓപ്പറാൻഡ്സ് ദാറ്റ് ആർ മൾട്ടിപ്ലൈഡ് ബൈ ദ ഓപ്പറാൻഡ്സ്. സോ ഇവിടെ മൾ എന്ന് പറഞ്ഞിട്ട് A, B കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, മൾട്ടിപ്ലിക്കേഷനാണ് അവിടെ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ്
ടോപ്പിക് എന്ന് പറയുന്നത് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിങ്ങിൻ്റെ എന്താണ് എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. സോ ഫസ്റ്റ് വൺ അസംബ്ലർ ഡയറക്റ്റീവ് ആണ്, സെക്കൻഡ് വൺ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആണ്, തേർഡ് വൺ അഡ്രസ്സിങ് മോഡ്സ് ആണ്. സോ ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് നമ്മൾ എഴുതുന്ന സമയത്ത് അതിൽ വരുന്ന എലമെൻറ്റ്സുകളാണ്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു അസംബ്ലർ ഡയറക്റ്റീവ് എന്ന് പറഞ്ഞു. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് അസംബ്ലർ ഡയറക്റ്റീവിനെ കുറിച്ചിട്ടൊന്ന് നോക്കാം. സോ ദ അസംബ്ലി ഡയറക്റ്റീവ്സ് ഗീവ്സ് ദ ഡയറക്ഷൻ ടു ദ CPU. അസംബ്ലർ ഡയറക്റ്റീവ് എന്താ ചെയ്യുന്നത്? CPU-ലോട്ടൊരു ഡയറക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് അസംബ്ലർ ഡയറക്റ്റീവ് ചെയ്യുന്നത്. ദ 8051 മൈക്രോ കൺട്രോളർ കൺസിസ്റ്റ് ഓഫ് വേരിയസ് കൈൻഡ്സ് ഓഫ് അസംബ്ലർ ഡയറക്റ്റീവ്സ്. അസംബ്ലി ഡയറക്റ്റീവ്സ് 8051 മൈക്രോ കൺട്രോളറിൻ്റെ കേസിൽ കുറച്ചുണ്ട്. അത് ടു ഗീവ് ദ ഡയറക്ഷൻ ടു ദ കൺട്രോൾ യൂണിറ്റ്. നമുക്കറിയാം മൈക്രോ കൺട്രോളർ 8051 മൈക്രോ കൺട്രോളറിലെ കൺട്രോൾ യൂണിറ്റിലോട്ടുള്ള ഡയറക്ഷൻ കൊടുക്കാനുള്ള കുറേ അസംബ്ലർ ഡയറക്റ്റീവ്സ് 8051-ലുണ്ട്. സോ ദ മോസ്റ്റ് യൂസ്ഫുൾ ഡയറക്റ്റീവ്സ് ആർ 8051 പ്രോഗ്രാമിംഗ്. ഏതൊക്കെയാണ് ആ ഡയറക്റ്റീവ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മോസ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള ഡയറക്റ്റീവ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ORG, DP, EQ, END പോലുള്ളതൊക്കെയാണത്. സോ അതൊക്കെ ജസ്റ്റ് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം ഒറിജിൻ എന്നാണ് അതിൻ്റെ ഫുള്ള്. ദിസ് ഡയറക്റ്റീവ് ഇൻഡിക്കേറ്റ്സ് ദ സ്റ്റാർട്ട് ഓഫ് ദ പ്രോഗ്രാം. എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയറക്റ്റീവാണ് ORG എന്ന് പറയുന്നത്. ദിസ് ഈസ് യൂസ്ഡ് ടു സെറ്റ് ദ രജിസ്റ്റർ അഡ്രസ് ഡ്യൂറിങ് അസംബ്ലി. അതുപോലെ തന്നെ ഇതെന്തിനെ നമ്മൾ യൂസ് ചെയ്യുക? അസംബ്ലിയുടെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? രജിസ്റ്റർ അഡ്രസ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡയറക്റ്റീവാണിത്. ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ORG 000H tells the compiler all subsequent code starting at the address 000H. ഏത് സബ്സീക്വൻ്റ് ആയിട്ടുള്ള കോഡും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു അഡ്രസ്സിൽ നിന്നാണ് എന്നുള്ളത് കാണിക്കാനാണ് ORG 00H എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ അതിൻ്റെ സിൻടാക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമത്തേതാണ് നമ്മൾ പറഞ്ഞു DBൻ്റെ ഫുള്ള് ഡിഫൈൻഡ് ബൈറ്റ് എന്നുള്ളതാണ്. ദ ഡിഫൈൻഡ് ബൈറ്റ് ഈസ് യൂസ്ഡ് ടു അലോ എ സ്ട്രിങ് ഓഫ് ബൈറ്റ്സ്. എന്താ ചെയ്യുന്നത്? ഡിഫൈൻഡ് ബൈറ്റ്സ് യൂസ് ചെയ്യുന്നത് എന്താണ്? ഒരു സ്ട്രിങ് ഓഫ് ബൈറ്റിനെ അലോ ചെയ്യിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ EDGEFX എന്ന് പറയുന്നത് പ്രിൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. wherein each character is taken by the address and finally print the string by the DB directly with double quotes. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? DB ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ പ്രിൻറ്റിനെ, ആ ഒരു പർട്ടിക്കുലർ സ്ട്രിങ്ങിനെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ സാധാരണ പ്രിൻ്റ് എഫ് ഒക്കെ കൊടുക്കുന്നത് പോലെ തന്നെ ഒരു പർട്ടിക്കുലർ സ്ട്രിങ്ങിനെ നമുക്ക് ഡബിൾ കോഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് DB ഉപയോഗിച്ചുകൊണ്ട് ഡിഫൈൻ ബൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യിക്കാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ബോക്സിൽ കൊടുത്തത് DB ഡബിൾ കോഡ്സിൽ സ്ട്രിങ് കൊടുക്കുന്നു. DB ആണ് ഇവിടുത്തെ ഡയറക്റ്റീവ്. നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന സ്ട്രിങ് ആണ് ഇവിടുത്തെ സ്ട്രിങ് എന്ന് പറയുന്നത്, പ്രിൻറ്റ് സ്ട്രിങ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ EQ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്വലൻ്റ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ദ ഇക്വലൻ്റ് ഡയറക്റ്റീവ് ഈസ് യൂസ്ഡ് ടു ഇക്വേറ്റ് അഡ്രസ് ഓഫ് ദ വേരിയബിൾ. നമുക്ക് ഒരു പർട്ടിക്കുലർ വേരിയബിളിൻ്റെ അഡ്രസ്സ് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇക്വലൻ്റ് എന്ന് പറയുന്ന EQ ഡയറക്ടറി. അതിൻ്റെ സിൻടാക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. REG EQ0,09H എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പർട്ടിക്കുലർ വേരിയബിളിൻ്റെ അഡ്രസ്സ് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. 09H എന്ന് പറയുന്ന അഡ്രസ്സിലോട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ലാസ്റ്റ് 8051 ഉള്ള അസംബ്ലർ ഡയറക്റ്റീവ്സിൽ ലാസ്റ്റ് അസംബ്ലർ ഡയറക്റ്റീവാണ് നമ്മൾ എന്ത് പറഞ്ഞു? എൻഡ് എന്ന് പറയുന്നത്. എൻഡ് ഡയറക്റ്റീവ് യൂസ് ചെയ്തിട്ടാണ് ഏതൊരു അസംബ്ലി കോഡും പ്രോഗ്രാമിംഗ് കോഡും എൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും എൻഡ് ഡയറക്റ്റീവ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം. ഒരു അസംബ്ലി കോഡിൻ്റെ എൻഡിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻഡ് ഡയറക്റ്റീവ് ഉപയോഗിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ കോഡൊക്കെ എഴുതും. കോഡ് എഴുതിയതിന് ശേഷം നമ്മൾ ലാസ്റ്റിൽ എന്ത് ചെയ്യും? എൻഡ് എന്ന് പറയുന്ന എൻഡ് ഡയറക്റ്റീവ് കൊടുക്കും. ഓക്കെ, സോ ഈ എൻഡ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കമ്പൈലറിന് മനസ്സിലാവും ഈ ഒരു പ്രോഗ്രാമിൻ്റെ എന്താണ് ലാസ്റ്റാണത് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബേസിക് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം പെരിഫറൽസിൻ്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.